നാടൻ പാട്ടുകളിലൂടെയും സിനിമാ ഗാനങ്ങളിലൂടെയും ശ്രദ്ധേയനായ കലാകാരനാണ് പഴയങ്ങാടി മുട്ടം വെള്ളച്ചാലിലെ ശ്രീരാഗ് തച്ചൻ. ആലാപന ശൈലിയിൽ മികവ് പുലർത്തുന്ന ഈ ഗായകൻ വിദേശ രാജ്യങ്ങളിൽ പോലും തന്റെ സംഗീത മാധുര്യം എത്തിച്ചിട്ടുണ്ട്. നീതു കൂത്തുപറമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നാടൻ പാട്ടുകളിൽ മാത്രമല്ല സിനിമാ ഗാനങ്ങളിലും തിളങ്ങി നിൽക്കുകയാണ് ഈ കലാകാരൻ. തന്റെ വലിയച്ഛനായ മുട്ടം പുരുഷുവിന്റെ പ്രചോദനത്തിലൂടെയാണ് ഇവിടം വരെ എത്തിയതെന്ന് ശ്രീരാഗ് പറഞ്ഞു. സുകുമാരന്റെയും മേബിളിന്റെയും രണ്ടാമത്തെ മകനാണ് ശ്രീരാഗ് തച്ചൻ. മൂത്ത മകൻ ജീവൻ തച്ചൻ, മൂന്നാമത്തേത് മകളാണ് ഋതുവർണ. ശ്രീരാഗിന് സംഗീതത്തോടാണെങ്കിൽ സഹോദരിക്ക് താല്പര്യം നൃത്തത്തോടാണ്. തനിക്ക് എല്ലാവിധ പ്രചോദനവും പ്രോത്സാഹനവും നൽകുന്നത് തന്റെ കുടുംബമാണെന്ന് ശ്രീരാഗ് പറയുന്നു. നാടൻ പാട്ടിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഈ ഒരു സ്റ്റേജിൽ എത്താൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഞാന് മാട്ടൂരിലൊരു പൊൻപുലരി നാടൻപാട്ട് സംഘത്തിലൂടെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം. അതിനു മുമ്പേ അത്യാവശ്യം കരോക്കെ ഗാനമേള രംഗത്ത് ഇങ്ങനെ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് ഞാൻ കരോക്കെ ഗാനമേളക്ക് പാടാൻ തുടങ്ങിയത് ന്യൂ വോയിസ് ചെറുകുന്ന് പറഞ്ഞ ചെറുകുന്നിലൊരു ടീമായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി അത് അടിപൊളിയാക്കി എടുത്തു. എല്ലാവരും സജീവമായിട്ട് പ്രോഗ്രാമിനൊക്കെ പോകാൻ തുടങ്ങി. ആർട്ടിസ്റ്റിനൊക്കെ സെറ്റ് ചെയ്ത് പ്രോഗ്രാമിനൊക്കെ പോകാൻ തുടങ്ങിയായിരുന്നു. അതുവഴിയാണ് ഞാൻ ഗാനമേള ഫീൽഡിലേക്ക് വരാൻ തുടങ്ങിയത്. നാടൻപാട്ട് ഫീൽഡും ഗാനമേളയും ഒരുപോലെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോഗ്രാം അത്യാവശ്യം ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ ആരോടാണ് കൂടുതൽ കടപ്പെട്ട് നിൽക്കുന്നത്? ഞാനിപ്പം തീർച്ചയായിട്ടും ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം കണ്ണൂർ താവം ഗ്രാമവേദി എന്ന് പറഞ്ഞ ഒരു ടീമിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നാടൻപാട്ട് രംഗത്ത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കി തരാൻ ആ ഒരു ടീമും പിന്നെ അതിലെ മാനേജർ സുധാരേട്ടനാണ്. താപം സുധാരേട്ടനാണ് എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ലൈഫിൽ നന്ദി പറയേണ്ട ഒരാൾ സുധാരേട്ടനാണ്. വീട്ടുകാർ ഓൾറെഡി നല്ല സപ്പോർട്ടായിട്ട്, പിന്നെ അച്ഛനമ്മയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ പാട്ടുകൾ പോലും സെലക്ട് ചെയ്യുന്നത് അച്ഛനാണ്. ഞാൻ ഗാനമേള വേദികളിൽ ഏറ്റവും കൂടുതൽ പാടുന്നത് തമിഴ് സോങ്ങുകളാണ്. SPB സാറിൻ്റെ സോങ്ങുകളാണ് പാടാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്, ഇഷ്ടവും. അപ്പം കൂടുതലായിട്ട് അച്ഛൻ സെലക്ട് ചെയ്യും, ഏട്ടനും രണ്ടാളും സെലക്ട് ചെയ്യും. പിന്നെ അമ്മ സപ്പോർട്ടീവാണ്, പക്ഷേ സെലക്ട് ചെയ്യൽ പാട്ടൊക്കെ സെലക്ട് ചെയ്യൽ അച്ഛനും ഏട്ടനും കൂടിയിട്ടാണ്. കൂടുതലായിട്ടും അച്ഛനാണ് സെലക്ട് ചെയ്യൽ പാട്ട്. ഈ പാട്ട് പാടുന്ന കഴിവ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ വീട്ടില്? എൻ്റെ കുടുംബത്തിൽ വല്യച്ഛൻ പാടും. വല്യച്ഛൻ സ്വന്തമായിട്ട് ഓർക്കസ്ട്രയുണ്ട് കോഴിക്കോട് നീലാംബരി. പേര് പുരുഷു എന്നാണ്. ഒരുപക്ഷെ മുട്ടം പുരുഷു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം കലാകാരന്മാർക്ക്, ഒട്ടുമിക്ക കലാകാരന്മാർക്കും അറിയാം. വല്യച്ഛനെ ഓൾറെഡി അറിയാം. വല്യച്ഛനാണ് കണ്ണൂർ ജില്ലയിലേക്ക് കൂടുതലായിട്ടും സിനിമാ പിന്നണി ഗായകരെ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, കണ്ണൂർ ജില്ലയിൽ ഉത്സവപ്പറമ്പിലൊക്കെ. അപ്പം അങ്ങനെ ഒരു ഇതുവഴിയാണ് എനിക്ക് ഒരു പാട്ട് എന്നുള്ള നിലയിൽ ഞാൻ ഈ ഒരു ഇതിലേക്ക് വന്നത്. മകൻ ചെറുപ്പം മുതലേ സംഗീതം ശാസ്ത്രീയമായി പഠിച്ചതാണെന്നും ഇപ്പോൾ പാട്ടുകളിൽ എന്തെങ്കിലും തെറ്റുവരുമ്പോൾ
താനാണ് അത് തിരുത്തി കൊടുക്കാറുള്ളതെന്നും ശ്രീരാഗിന്റെ അച്ഛൻ സുകുമാരൻ പറഞ്ഞു. സിനിമാ പാട്ടുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇതുമായി പാട്ടുമായി പാടാനുള്ള ആ ഒരു കഴിവ് ഈശ്വരൻ തന്നിട്ടില്ല. പക്ഷേ ആസ്വാദനം അത് മറ്റുള്ളവരെക്കാട്ടി കൂടുതലുണ്ടെന്നാണ് ഞാൻ അവകാശപ്പെടുന്നത്. അത് പിന്നെ എൻ്റെ മകൻ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ പല പാട്ടുകളും ഞാൻ തന്നെ തന്നെയാണ് അവൻ തിരഞ്ഞെടുത്ത് അവന് കൊടുക്കാറുള്ളത്. പിന്നെ അവൻ പാട്ട് പാടുമ്പോൾ ചിലപ്പം തെറ്റും ശരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ ഞാൻ തന്നെ തെറ്റ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇപ്പം നിലനിന്ന് പോകുന്നത്. മോശമല്ലാത്ത രീതിയിൽ ഗാനമേള ഫീൽഡിലും നാടൻ പാട്ടിലുമായി നല്ല രീതിയിലായി ഇത്ര വർഷമായിട്ട് നല്ലതായിട്ട് പോകുന്നു. മകന് പാട്ടുപാടാനുള്ള കഴിവ് കിട്ടിയത് അമ്മയിൽ നിന്നാണെന്ന് അമ്മയുടെ പാട്ട് കേട്ടാൽ നമുക്ക് മനസ്സിലാകും. ചന്ദനമണിവാതിൽ പാടിച്ചാരി മകനെ കുറിച്ച് അഭിമാനത്തോടെ പറയാനുണ്ട് ഈ അമ്മയ്ക്ക്. മോൻ പാട്ട് പാടി നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, താല്പര്യമാണ്. ഞാൻ പാട്ട് ചെറുങ്ങനെ പാടും, സ്കൂളുകളിൽ ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കലുണ്ട്. എന്തായാലും നമുക്ക് പാടാൻ അറിയില്ല. എൻ്റെ മോൻ ഇങ്ങനെ ഒരു പരിപാടിയിൽ, അതായത് പിന്നെ ഗ്രാമവേദിയിലൂടെ ഇങ്ങനെ പോകുന്നത് ഞങ്ങൾക്ക് വളരെ ഭയങ്കര സന്തോഷമാണ്. ഇനി എൻ്റെ മോന് മുന്നോട്ട് ഇങ്ങനെ ഓരോ പരിപാടിയിലും മുന്നോട്ട് പോകണമെന്നൊരു വലിയൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഞങ്ങളുടെ മോനാണ് ഞങ്ങളുടെ സമ്പാദ്യം. അവനായിട്ട് പറയുന്നത് എന്താ ഞങ്ങളുടെ മക്കൾ. എനിക്ക് 3 പേരാണ് നമുക്കുള്ളത്. മൂത്തമ്മ കല്യാണം കഴിച്ച് ഇന്നലെ ആ വൈഫിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് പേരുണ്ട് അവിടെ ഉള്ളത്. പിന്നെ ഇപ്പോഴും ഇല്ലത് എൻ്റെ മോള് മനസ്സിലാകും. അവനെല്ലാം പിന്തുണയും. എൻ്റെ കുടുംബം മാത്രമല്ല, നമ്മളെ മൊത്തം. ഇവൻ്റെ വീട്ടിൽ ഒരു പാട്ടുകാരനാണ് മുട്ടപ്പിച്ചു. അപ്പം എൻ്റെ ഏട്ടൻ്റെയും എല്ലാവരും സപ്പോർട്ട് എൻ്റെ മോനുണ്ട്. ഇനിയും ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നാടൻ പാട്ടുകളിലാണ് താൻ കൂടുതലും ശ്രദ്ധേയനാകുന്നതെന്ന് ശ്രീരാഗ് പറയുന്നു. പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര് ചെമ്പകപ്പൂമലരേ, പഞ്ചവർണ്ണ കിളിച്ചേലുള്ള പുന്നാര് ചെമ്പകപ്പൂമലരേ, കണ്ണും നടച്ചാലോ കാണാം കണ്ണിനഴകുള്ളോളേ, പൊന്നിൻ പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണെന്നേ, ചെമ്പകപ്പൂമലരേ എൻ്റെ ചെമ്പകപ്പൂമലരേ, തക്കാളി ചോപ്പുള്ള നിൻ കവിളോരത്ത് നാണത്തിങ്ങുണക്കുഴിയോ, തക്കാളി ചോപ്പുള്ള നിൻ കവിളോരത്ത് നാണത്തിങ്ങുണക്കുഴിയോ. കലാഭവൻ മണിയുടെ പാട്ടുകളാണ് ശ്രീരാഗ് കൂടുതലും വേദികളിൽ പാടാറുള്ളത്. ചലച്ചിത്ര പിന്നണി ഗായകനാകാനാണ് ശ്രീരാഗിന്റെ ആഗ്രഹം. രാരീരേ രാരീ രാരീ രാരേ, രാരീരേ രാരീ രാരീ രാരേ, ഏഴല്ല 7000 വർണ്ണങ്ങൾ പൂക്കുമാ പൂമിഴി പൂത്തഴക്, രാരീരേ രാരീ രാരീ രാരേ, രാരീരേ രാരീ രാരീ രാരേ, കടപ്പാഴു വാഴുന്ന ശിവനു ഞാനേ, കുന്നോളം കൂവള മാലക്കോ. ലോകമെമ്പാടും നാടൻ പാട്ടിൽ മികവ് തെളിയിച്ച കലാകാരനാണ് ശ്രീരാഗ് തച്ചൻ. ആഫ്രിക്കൻ രാജ്യങ്ങളിലും മസ്കറ്റ്, ഷാർജ, ഗൾഫ് എന്നിവിടങ്ങളിലും ശ്രീരാഗ് നാടൻ പാട്ടിന്റെ മാധുര്യം ആസ്വാദകരിൽ എത്തിച്ചിട്ടുണ്ട്. ഏതൊക്കെ വേദികളിൽ പാടിയിട്ടുണ്ട്? ഞാനിപ്പം സീസൺ ടൈം ആയതുകൊണ്ട് അങ്ങനെ ഒരു കണക്കിലുണ്ടാവുന്നതല്ല. പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്
എല്ലാ വേദികളിലും പോകുന്നുണ്ട്. ഉത്സവപ്പറമ്പ്, കല്യാണ വീടുകൾ, ബർത്ത്ഡേ ഫംഗ്ഷൻ, അങ്ങനെ എല്ലാ വേദികളും പോകുന്നുണ്ട്. പക്ഷേ ഒരുപാട് സിനിമ പിന്നണി ഗായകന്മാരുടെ കൂടെ വേദി പങ്കിടാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കേരളത്തിലല്ലാതെ കേരളത്തിന് പുറത്ത് വേദി കിട്ടിയിട്ടുണ്ടോ, പാടാൻ വേദി? തീർച്ചയായിട്ടും ഞാൻ ഗൾഫിൽ പ്രോഗ്രാമിൽ പോയിട്ടുണ്ട്. കണ്ണൂർ താവം ഗ്രാമവേദി, അതായത് എൻ്റെ സ്വന്തം ഇപ്പം ഞാൻ നിർമ്മിക്കുന്ന ടീമിൻ്റെ കൂടെയാണ് പ്രോഗ്രാമിന് പോയത്. ഞാൻ അവിടെ താവത്തിൽ കയറിയിട്ട്, ഗ്രാമവേദി കയറിയിട്ട് ഒരു 1.5 ആഴ്ച കഴിഞ്ഞ പാടാണ് ഞാൻ പിന്നെ ഗൾഫിലേക്ക് പോകുന്നത്. അബുദാബിയിലാണ് എൻ്റെ ആദ്യത്തെ വിദേശ രാജ്യത്തിൻ്റെ പ്രോഗ്രാം ആദ്യം ഉണ്ടായത്, അബുദാബിയിലാണ്. ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് വെള്ളച്ചാൽ, സംഗീത സമിതികൾ, ക്ലബ്ബുകൾ എന്നിവ ശ്രീരാഗിനെ ആദരിച്ചിട്ടുണ്ട്. കൊച്ചിൻ എയർപോർട്ടിലെ കൺസൾട്ടൻസി വിഭാഗത്തിലായിരുന്നു ശ്രീരാഗ് ജോലി ചെയ്തിരുന്നത്. നാടൻ പാട്ടുകളിലും സിനിമാ പാട്ടുകളിലും കൂടുതൽ സജീവമാകുന്നതിന് വേണ്ടി ശ്രീരാഗ് ആ ജോലി ഉപേക്ഷിക്കുകയായിരുന്നു. സുധാകരൻ താവം, നികേഷ് നരിക്കോട്, രംഷി പട്ടുവം തുടങ്ങിയവരാണ് തന്നെ ഈ നിലയിലെത്തിച്ചതെന്നും അവരോട് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു എന്നും ശ്രീരാഗ് പറഞ്ഞു. ഈ നാടൻ പാട്ടില് നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ ഷെയർ ചെയ്യാൻ? ഞാനിപ്പം നാടൻപാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് തന്നെ കണ്ണൂർ താവം ഗ്രാമവേദി എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. കണ്ണൂർ താവം ഗ്രാമവേദി എന്ന് പറഞ്ഞ ഒരു കേരളത്തിലെ ആരും പാടാൻ ആഗ്രഹിക്കുന്ന ഒരു വേദിയാണ് കണ്ണൂർ താവം ഗ്രാമവേദി എന്ന് പറഞ്ഞ ഒരു നാടൻപാട്ട് സംഘം. അടുത്ത് തന്നെയാണ്, താവം എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു നന്ദി പറച്ചിൽ എന്ന് പറയുന്നത് വെച്ചാൽ അതിൽ സുധാകരേട്ടൻ, റംഷി പട്ടുവം, നികേഷ് ഏട്ടൻ, ഇങ്ങനെയുള്ളൊരു 3 ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ എനിക്കൊരു സിംഗർ അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ എന്നൊരു പ്രൊഫൈല് തന്നത് നാടൻപാട്ട് രംഗത്തിനാണ്. അതുവഴിയാണ് ഞാൻ ഗാനമേള ഓർക്കസ്ട്ര വേദികളിൽ സജീവമായിട്ട് വന്നത്. അപ്പോൾ ആ ഒരു നന്ദി പറച്ചിലെന്ന നിലയിൽ ഈ ഒരു സന്ദർഭം ഞാൻ വിനിയോഗിക്കും. നല്ലൊരു നാളെ ഞങ്ങൾക്കായി തന്നു പോയവരെ, ഈ നാടിനു വേണ്ടിയെല്ലാം മറന്ന് ധീരനായകരെ, നല്ലൊരു നാളെ ഞങ്ങൾക്കായി തന്നു പോയവരെ, ഈ നാടിനു വേണ്ടിയെല്ലാം മറന്ന് ധീരനായകരെ, ചോരക്കൊണ്ടിതിഹാസം രചിച്ച ധീരനായകരെ. കണ്ണൂർ 1 പഴയങ്ങാടി. നിങ്ങൾ പറഞ്ഞ ആവശ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാടായി ബാങ്ക് ഓഡിറ്റോറിയം തന്നെയാണ്. 1000 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം, അതിവിശാലമായ ഭക്ഷണശാല, ഇക്കോ ഫ്രണ്ട്ലി LED ലൈറ്റ്സ് ആൻഡ് സറൗണ്ടിംഗ് ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം, സെൻട്രലൈസ്ഡ് AC, വിശാലമായ കാർ പാർക്കിംഗ്, മാത്രമല്ല ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സ്റ്റേജും, സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം. എന്താ, ഇത്രയും സൗകര്യങ്ങൾ പോരെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട്? മാടായി ബാങ്ക് ഓഡിറ്റോറിയം, എരിപുരം, പഴയങ്ങാടി.